ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള അഹ്കാമു തജ്വീദിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസംബറിലൊക്കെ എക്സാം നടത്തുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടുതൽ പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടാണ് ചോദ്യപേപ്പർ വരിക. അവർക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് എത്ര പാഠങ്ങളാണ് തജ്വീദിൽ നിന്ന് വന്നത് എന്ന് ചോദ്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് റസ്മുൽ ഉസ്മാനി എഴുത്ത് ഏത്? ഇവിടെ നമുക്ക് അർ റഹ്മാൻ എന്ന് 3 രീതിയിൽ തന്നിട്ടുണ്ട്. ഇതിലേതാണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതി? അർ റഹ്മാനി എന്നത് ഏതാണ്? ഇതാണ്. ഇവിടെ എന്താണ്? ഹദഫാണ്. ഹദഫ്. ചില പദങ്ങളിൽ നിന്ന് ചില അക്ഷരങ്ങളെ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയത്. അക്ഷരങ്ങൾ ഒഴിവാക്കൽ, ഹദഫ്. അപ്പോൾ റഹ്മാൻ നീ എന്നതിൽ ഈ അലിഫ് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് ഹദറിനേക്കാളും പുണ്യം ലഭിക്കുക. എന്തിനാണ് ഹദറിനേക്കാളും പുണ്യം ലഭിക്കുക? തർത്തീലാണ്. തർത്തീലായിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഹദറിനേക്കാളും പുണ്യം ലഭിക്കുക തർത്തീലായിട്ട് പാരായണം ചെയ്യുന്നതിനാണ്. അടുത്തത് ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ്. ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് 14 എണ്ണമാണ്. 14. അടുത്തത് നാവിൻ്റെ കൂർത്ത അറ്റ മഹ്റജായ ഹർഫ് ഏതാണ്? നാവിൻ്റെ കൂർത്ത അറ്റ മഹ്റജായ ഹർഫ് സായി. നാവിൻ്റെ കൂർത്ത അറ്റം ഇവിടെ നിന്ന് താഴെയും മേലെയുമുള്ള മുൻപല്ലുകൾക്കിടയിലൂടെ പുറപ്പെടുന്നു. സായി മനസ്സിലാക്കുക. അടുത്തതാ അൽ മദ്ദിൽ അസ്ലിയിൻ്റെ ദൈർഘ്യം എത്ര? അൽ മദ്ദിൽ അസ്ലിയിൻ്റെ ദൈർഘ്യം 1 അലിഫിൻ്റെ കതിറാണ്. 1 അലിഫ് 2 ഹർക്കത്താണ്. 1 അലിഫിൻ്റെ കതിറാണ് അസ്ലി. അടുത്തതാ വസ്സമായി. ഇതിലെ മദ് ഏതാണെന്നാണ്. അപ്പം എന്താണ്? മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരുന്നത് മുത്തസിൽ. അൽ മദ്ദുൽ മുത്തസിലാണ്. മദ്ദുൽ മുത്തസിൽ. ഇനി ചേരുംപടി ചേർക്കാൻ വന്നാണ്. എന്താണ്? അൽ ഹദഫ്. അൽ ഹദഫ് എന്താണ്? അക്ഷരങ്ങൾ ഒഴിവാക്കലാണ്. അപ്പം അതിൻ്റെ ഡി എഴുതി കൊടുക്കാം. സിയാദ അക്ഷരങ്ങൾ കൂടുതലാക്കൽ. എ. ബദൽ എന്താണ്? ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. ഇ. വസ്ല് പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. വസ്ല് പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതലാണ്. അപ്പം അതിൻ്റെ ബി എഴുതി കൊടുക്കാം. അടുത്തതോ ഫസ്ല്. എന്താണ് ഫസ്ല്? ഒരക്ഷരത്തിന് പകരം ഫസ്ല് ചേർത്തെഴുതേണ്ടതിനെ 2ആയി പിരിച്ചെഴുതി. അപ്പം അതിൻ്റെ സി. അപ്പം അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയല്ല. ഇതുപോലെ നമുക്ക് വരാം. ഇനി ഇതിന് പകരം നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ തരാം. മനസ്സിലായില്ല? അപ്പം അത് മനസ്സിലാക്കുക. അടുത്തതിനെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. എന്താണ്? വിശുദ്ധ ഖുർആൻ ഡേഷ് വരെ നിലനിൽക്കുന്ന അല്ലാഹു തആലയുടെ കലാമാണ്. എന്താണ്? വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹു തആലയുടെ കലാമാണ്. ഇനി അല്ലാഹു തആലയുടെ ഡേഷ് പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാരുണ്യം ചോദിക്കണം. എന്ത് പരാമർശിക്കുന്നതാണ്? അല്ലാഹു തആലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാരുണ്യം ചോദിക്കണം. അദാബിനെ കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുകയും വേണം. രണ്ടും മനസ്സിലാക്കാം. ഇനിയാ അൽ മുത്തസിൽ ഡേഷിനേക്കാൾ നീട്ടൽ വാജിബാണ്. മുത്തസിൽ എന്തിനേക്കാളാണ്? അസ്ലിയേക്കാൾ നീട്ടൽ വാജിബാണ്. അപ്പം അവിടെ 1 അലിഫിനേക്കാൾ എന്ന് എഴുതാം. അൽ മുദ്ദുൽ മുത്തസിൽ 1 അലിഫിനേക്കാൾ, അസ്ലിയായ മദ്ദിനേക്കാൾ, അങ്ങനെ 2 എഴുതാം കേട്ടോ. നീട്ടൽ വാജിബാണ്. അടുത്ത് മദ് 2 ഇനമുണ്ട്. മദ്ദുൽ അസ്ലിയും മദ്ദുൽ ഫർഈ. ഐന് തൊണ്ടയുടെ എവിടെ നിന്നാണ്? മഹ്റജാണ് എഴുതേണ്ടത്. തൊണ്ടയുടെ മുകൾ ഭാഗം. ഐന് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നും കാറ്റില്ലാതെ പുറപ്പെടുന്നു. ഇവിടെ നിന്നും കാറ്റില്ലാതെ തഫീമോട് കൂടി പുറപ്പെടുന്ന അക്ഷരമാണ് ഐന്. ഇനി റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. അടുത്തത്
ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പാരായണം ചെയ്തു തന്നത്. ഇത് പറഞ്ഞ മഹാനാർ ആരായിരുന്നു? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. അടുത്തത് തസ്ബീഹിന്റെ ആയത്ത് ഓതുമ്പോൾ എന്ത് ചൊല്ലണം? തസ്ബീഹിന്റെ ആയത്ത് ഓതുമ്പോൾ എന്ത് ചൊല്ലണം? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. അതുപോലെ സൂറത്തു തീൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ, അതൊക്കെ മനസ്സിലാക്കേണ്ടത് പോലെ വൺ വേർഡ് ആയിട്ട് വരാം. അടുത്തത് തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും കാറ്റോടുകൂടി പുറപ്പെടുന്നു. ഏതാണ് അക്ഷരം? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഹ. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് കാറ്റോടുകൂടി പുറപ്പെടുന്നതാണ് ഹ. കാറ്റില്ലാതെ പുറപ്പെടുന്നതാണ് ഐന്. അപ്പം അത് മനസ്സിലാക്കണം കേട്ടോ. ഇനി അൽ മദ്ദുൽ മുത്തസിലിൻ്റെ മറ്റൊരു പേര് പറയുക. മദ്ദുൽ മുത്തസിലിനെ മദ്ദുൽ വാജിബ്, മദ്ദുൽ വാജിബ് എന്നും പേരുണ്ട്. മദ്ദുൽ മുത്തസിലിന് മദ്ദുൽ വാജിബ് എന്ന് പേരുണ്ട്. അടുത്തതാ സ്വലാത്ത് എന്നതിൻ്റെ റസ്മുൽ ഉസ്മാനി എഴുത്ത്. എങ്ങനെ? സ്വലാത്ത് എന്നതിൻ്റെ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതി ഇവിടെ വാവ് വരും. അപ്പം അത് നോക്കി മനസ്സിലാക്കുക. സ്വലാ എന്ന് എഴുതുമ്പോൾ ചെറിയ അലിഫിടും വാവ് ഇടും. ഓക്കെ, എന്നിട്ട് ഹത്താ. അപ്പം അതാണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതി. ഏത് സൂറത്ത് കഴിഞ്ഞാലാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലേണ്ടത്? ഏത് സൂറത്ത് ഓതി കഴിഞ്ഞാലാണ്? സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പം അത് സൂറത്തുൽ മുൽക്ക് എന്ന് എഴുതാം. അടുത്തത് എന്താണ് തജ്വീദ്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാണ്. എന്താണ് തജ്വീദ്? അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഹ്റജ്, സിഫത്ത്, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇതാ അടുത്തത് സൂറത്തു തീന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം? എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു? ബല വാന അല ദാലിക എന്നാണ് പറയേണ്ടത്. ഇനി മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ, സാരം എഴുതണം. എന്താണ് മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അതിൻ്റെ അവസാനത്തിൽ 2 വരി ബൈത്ത് പഠിച്ചിരുന്നു അല്ലേ? അപ്പം അത് ഇതിൻ്റെ അർത്ഥമാണ്. അപ്പം ഇതുപോലെ മറ്റു ലൈന് മാറി വരും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഖുർആൻ ശരിയായി പാരായണം ചെയ്യാത്തവർ പാപിയാണ്. ഖുർആൻ ശരിയായി പാരായണം ചെയ്യാത്തവർ പാപിയാണ്. അതുപോലെ മറ്റു ലൈനിൻ്റെ ഒക്കെ നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കാം. അടുത്തത് റസ്മുൽ ഉസ്മാനി എന്നാൽ എന്ത്? എന്താണ് റസ്മുൽ ഉസ്മാനി? പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്നും വ്യത്യാസമായാണ് ഖുർആനിലെ പല പദങ്ങളും എഴുതിയത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്നും വ്യത്യാസമായാണ് ഖുർആനിൽ പല പദങ്ങളും എഴുതിയത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. അടുത്തത് ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ നിന്ന് 2 എഴുതുക. എന്തൊക്കെയാണ് ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ? കിബിലക്ക് അഭിമുഖമായിരുന്ന് നല്ല വസ്ത്രം ധരിച്ച് ബഹുമാനത്തോടെ ഓതുക. പിന്നെന്താണ്? ഉളൂ ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക. ഇങ്ങനെ കുറേ അദബുകളുണ്ട്. നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചതുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാരുണ്യം ചോദിക്കുക, അദാബിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ കാവൽ തേടുക, അതൊക്കെ എഴുതാം. സജദയുടെ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യുക. നമ്മൾ ആ പാഠത്ത് പഠിച്ച എന്ത് എഴുതാം, മനസ്സിലാക്കുക. ഇനി എന്താണ്? കാറ്റില്ലാതെ തഫീമോടെ ഉച്ചരിക്കേണ്ട 2 അക്ഷരങ്ങൾ എഴുതുക. തോ കാഫ്, തോ കാഫ്. ഇത് രണ്ടും കാറ്റില്ലാതെ തഫീമോട് കൂടി പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അത് രണ്ടും എഴുതുക. ഇനി എന്താണ്? മദ്ദുൽ മുൻഫസിൽ എന്നാൽ എന്ത്? എന്താണ് മദ്ദുൽ മുൻഫസിൽ? മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരുന്നത് മുത്തസിലും, ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും വരുന്നതാണ് മുൻഫസിൽ. ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും വരുന്നതാണ് മുൻഫസിൽ. അപ്പോൾ മുൻഫസിലും മുത്തസിലും നന്നായി മനസ്സിലാക്കുക, അത് മാറി വരാം, മനസ്സിലാക്കുക. ഇനി എന്താണ്? തിലാവത്തിൻ്റെ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? എന്താണ് ചൊല്ലേണ്ടത്? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതാണ്
തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ടത്. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ. അപ്പോൾ അത് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് തന്നെ നമ്മളെ 3ാമത്തെ പാഠം, ആ പാഠത്തിൽ നിന്ന് ആസ്പദമാക്കിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ആയത്ത് ഓതുമ്പോൾ എന്തൊക്കെ ചൊല്ലണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഖുർആൻ തർത്തീലായിട്ടാണ് പാരായണം ചെയ്യേണ്ടത്. ഹദറിനേക്കാളും തദ്വീറിനേക്കാളും പുണ്യം തർത്തീലാണ്. ഹദർ വേഗത്തിൽ പാരായണം ചെയ്യലാണ്, തദ്വീർ മധ്യനിലയിൽ പാരായണം ചെയ്യലാണ്. അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് എന്താണ്? മദ്ദുകളും അവയുടെ നിയമങ്ങളും. നമ്മൾ മദ്ദുകൾ 2 ഇനം, അസ്ലിയും ഫർഇയും. പിന്നെ ഫർഇയിൽ 5 ഇനങ്ങളുണ്ട്. മുത്തസിൽ, മുൻഫസിൽ, ആരിള്, ലാസിം, ലീന്, ഇങ്ങനെ 5 ഇനം മദ്ദുകൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എഴുതാം. അസ്ലി ആദ്യം എഴുതുക. ആദ്യം മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ, ഇതാണ് മദ്ദക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത്. അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടുന്നതിന് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നു. ഫർഇ 5 ഇനമാണ്. മുത്തസിൽ, മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരുന്നത് മുത്തസിലും, മദ്ദക്ഷരവും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വരുന്നത് മുൻഫസിലും. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നത് മദ്ദുൽ ലാസിമും. മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂന് വരുന്നത് മദ്ദുൽ ആരിളും. ലീനക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നതിന് മദ്ദുൽ ലീനി എന്നും പറയുന്നു. അങ്ങനെ മദ്ദുകളെ കുറിച്ചിട്ട് നമുക്ക് വിശദമാക്കി എഴുതാം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ പാഠത്തെക്കുറിച്ചിട്ടും ഖുർആൻ പാരായണം എന്നതിനെ കുറിച്ചിട്ട് 1ാമത്തെ പാഠത്തിനെ കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ നമുക്ക് എല്ലാ പാഠത്തെയും കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ മനസ്സിലാക്കി വെക്കണം. ഏതാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഏത് പാഠത്തിൽ നിന്നും വന്നാലും നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് ഇതിൽ വന്നത്. നമുക്ക് 7ാമത്തെ പാഠം വരെ, ചാപ്റ്റർ 7 വരെയാണ് ഇതിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നമുക്ക് അടുത്ത മെയിൻ എക്സാമിലേക്ക്, പൊതുപരീക്ഷയാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചെയ്ത ചോദ്യപേപ്പറുകളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഉപകാരപ്പെടുത്തണം. ഇൻഷാ അല്ലാ എല്ലാവരും വീഡിയോസ് ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്ക് ലിങ്കുകൾ ലഭിക്കാൻ, പ്ലേലിസ്റ്റ് ലിങ്കൊക്കെ ലഭിക്കാൻ എൻ്റെ മൊബൈൽ നമ്പർ സേവ് ചെയ്താലും ലിങ്കുകൾ അയച്ചു തരാം. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.